വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അഫാന് കൊല്ലപ്പെട്ട ലത്തീഫിനോടും ഷാഹിദയോടും വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സഹായിക്കാതെ അവർ കുറ്റപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിലുണ്ട്. അതാണ് ഈ കൊലപാതകത്തിന് കാരണമായത് എന്നത് കുറ്റപത്രം ചൂണ്ടിക്കാട്ടുന്നു. എങ്ങനെയാണ് ഈ കൊടും ക്രൂരത, അതിൻ്റെ കാരണം, അത് നടപ്പാക്കിയ രീതി, ഇതെല്ലാം കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നത് പ്രതീഷ്? അർജിത്ത്, തീർച്ചയായും നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്ന കേസാണ്. ഈ അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ഒപ്പം ഭാര്യ ഷാഹിദ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണിപ്പോൾ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 543 പേജുകളുള്ള കുറ്റപത്രമാണ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്നത്. 110 സാക്ഷികളും 116 തൊണ്ടിമുതലുകളുമാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ, ഈ കൊലപാതകത്തിൽ ഏറെ നിർണായകമായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ 70 ഡിജിറ്റൽ തെളിവുകൾ കൂടി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണമാണ്. ഈ കൊലയ്ക്ക് മുമ്പ് അഫാന് ഈ പിതൃ സഹോദരൻ്റെ ഭാര്യയുമായും വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നേരത്തെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലും അഫാൻ ഈ മൊഴി പറഞ്ഞിരുന്നു. അതായത് ഈ സാമ്പത്തികമായുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അഫാന്റെ മാതാവിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിക്കാനുള്ള തുക ഈ കൊല്ലപ്പെട്ടവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് വൈരാഗ്യത്തിന് കാരണമായിട്ടുണ്ട്. ഒപ്പം വീട് വിറ്റ് സാമ്പത്തിക ബാധ്യതകൾ തീർക്കണമെന്നും വിദേശത്തുള്ള പിതാവിനെ നാട്ടിലെത്തിക്കണമെന്നും ഈ കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ആവശ്യപ്പെട്ടിരുന്നതായി അഫാന്റെ തന്നെ മൊഴിയുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി അഫാനെയും കുടുംബത്തെയും വേട്ടയാടിയപ്പോൾ പല സമയങ്ങളിലും ഈ കൊല്ലപ്പെട്ട രണ്ടുപേരും അവരെ കുറ്റപ്പെടുത്തിയെന്നും അത് ഒരു വൈരാഗ്യത്തിന് കാരണമായി എന്നുള്ള കാര്യങ്ങളും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഒപ്പം പെൺസുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം ഈ പിതൃ സഹോദരനായ അബ്ദുൾ ലത്തീഫ് എതിർത്തതും വൈരാഗ്യത്തിന് കാരണമായി എന്നാണ് കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത്. നേരത്തെ ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ കേസിൽ രണ്ടാമത്തെ കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലുള്ള മറ്റൊരു കേസിൽ കൂടിയാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ളത്. രജിത്ത്, പ്രതീഷ്, രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴുള്ള മറ്റൊരു കാര്യം, ഈ ആത്മഹത്യാശ്രമത്തിന് പിന്നാലെ ഈ കേസിലെ ഈ കൊടും ക്രൂരത, ഈ കേസിലെ ഏക പ്രതി അഫാൻ ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നതൊഴിച്ചാൽ അതിലൊരു കാര്യമായ പുരോഗതി എന്ന് പറയാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണല്ലോ പ്രതീഷ്. അർജിത്ത്, തീർച്ചയായും ഈ കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഈ കേസിലെ ഏക പ്രതിയായ അഫാൻ. അപകടനില ഇതുവരെയും തരണം ചെയ്തിട്ടില്ല. ഈ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ തുടർ ചികിത്സ അനിവാര്യമാണ്. ഒപ്പം ഒരു കാര്യവും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നതാണ് അഫാനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം അഫാനെ പരിശോധിച്ചിരുന്നു. പക്ഷേ അഫാനെ വിളിച്ചപ്പോൾ അഫാൻ കണ്ണ് തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് ഈ പരിശോധിച്ച ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ തലച്ചോറിലേക്കുള്ള രക്തസ്രാവം കുറഞ്ഞത് വലിയ ആഘാതം തലയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് ഏറ്റ ക്ഷതമാണ് ഇത്തരത്തിലൊരു ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള കാരണമായി പറയുന്നത്. അതുകൊണ്ട് ഇടവിട്ടുള്ള MRI സ്കാൻ അടക്കം ചെയ്യാനാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപകടനില തരണം ചെയ്താലും ഒരു സാധാരണ നിലയിലേക്ക് അഫാൻ എത്തുക പ്രയാസം എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ കൃത്യമായൊരു നിരീക്ഷണം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടത്തുന്നുണ്ട്. രജിത്ത്.